നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇവിടെ ഭഗവാൻ വളരെയധികം സന്തോഷം തോന്നിയ ഭഗവാന് സന്തോഷം തോന്നിയ ഒരു കാര്യം, അന്ന് ഉദ്ധവരെ ആ ഗോപികമാരോട് തത്വോപദേശം ചെയ്യാൻ വേണ്ടി അയച്ചത് അത് പ്രയോജനപ്പെട്ടു എന്ന് ഭഗവാന് മനസ്സിലായി. കാരണം ഭഗവാൻ പ്രതീക്ഷിച്ച അത്രയും അവരുടെ ശരീരം മെലിഞ്ഞിരുന്നു എന്നത് ശരി തന്നെ. പക്ഷെ എന്നാൽ പോലും അവരുടെ മനസ്സ് ഭഗവാൻ പ്രതീക്ഷിച്ച അത്രയും തളർന്നിരുന്നില്ല. അവരിൽ എന്തോ ഒരു ആനന്ദം അലതല്ലുന്നതായിട്ട് ഭഗവാൻ കണ്ടു. അത് ആത്മ ഉപദേശം സ്വീകരിക്കാനുള്ള പാകമായ മനസ്സിനുടമകളായി അവർ മാറിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് ഭഗവാൻ കണ്ടു. അതുകൊണ്ട് തന്നെ തന്നോടുകൂടെ സ്ഥിരമായിട്ട് തന്നോടുകൂടെ ഇരിക്കുന്ന തൻ്റെ ഭാര്യമാർക്ക് പോലും അർഹത ആയിട്ടില്ലാത്ത, അതിനുള്ള അർഹത ഇല്ലാത്ത, അവരെക്കാളും അർഹത ഈ ഗോപികമാർക്കുണ്ട്. അതായത് ഭഗവാന്റെ ആത്മോപദേശം ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ അതിനുള്ള അർഹത അവർക്കായിക്കഴിഞ്ഞു, ആ ഒരു പക്വത അവർക്കായിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ അവർക്ക് നേരിട്ട് തത്വോപദേശം നൽകുകയാണ്. അതാണ് 7ാമത്തെ ശ്ലോകം. അപഗത വിരഹവ്യഥാഹ തദാ അപഗത വിരഹവ്യഥാസ്തദാ താ രഹസി വിധായ ദദാധ തത്വബോധം പരമസുഖ ചിദാത്മകഃ അഹം ആത്മാ ഇതി ഉദയതു. പരമസുഖ ചിദാത്മകോഹമാത്മേത്യുദയതു വഹ സ്ഫുടമേവ ചേതസി ഇതി. തദാ രഹസി, അങ്ങനെ ആ ഏകാന്ത സ്ഥലത്തു വെച്ചിട്ട് താഹ ആ ഗോപികളുടെ അപഗത വിരഹവ്യഥ, വിരഹത്താലുണ്ടായ വ്യഥ, അപഗതം എല്ലാം മാറി എന്ന് ഭഗവാന് മനസ്സിലായി. അങ്ങനെ അവരിൽ പരമസുഖ ചിദാത്മകഃ, അവരോട് ഭഗവാൻ പറയാണ്, ഇനി ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്, എന്നെ കാണാത്ത ഒരു വിരഹം ഒരിക്കലും നിങ്ങൾക്കുണ്ടാവരുത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ പരമാനന്ദ പ്രകാശസ്വരൂപനായ പരമസുഖ ചിദാത്മകഃ, അങ്ങനെ പരമാനന്ദ സ്വരൂപനായ അഹം, ഞാൻ തന്നെയാണ്, ആത്മാ, നിങ്ങളുടെ ജീവാത്മാവായിട്ട് നിങ്ങൾ ജീവൻ എന്ന് കരുതിക്കൊണ്ട് നിങ്ങളുടെ ജീവൻ എന്ന് കരുതുന്ന ആ ജീവാത്മാവ് ഇതി അഹം, ഞാനാകുന്നു. വഹ ചേതസി, വഹ നിങ്ങളുടെ ചേതസി, നിങ്ങളുടെ മനസ്സിൽ സ്ഫുടമേവ, ഇത് വളരെ സ്ഫുടമായി വ്യക്തമായി ഉദയതു, അതെന്നും ഉണ്ടാവട്ടെ. ഇതി ഇപ്രകാരം തത്വബോധം, തത്വജ്ഞാനത്തെ ദദാധ അവർക്ക് കൊടുത്തു. ഇവിടെ ഗോപികമാരുടെ ആ ഭാഗ്യാതിരേകത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം യോഗികൾക്ക് പോലും പലപ്പോഴും നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കാം, സനകാദികൾ ഉപദേശിച്ചു കൊടുക്കാം. അതേസമയം ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത് വളരെ അപൂർവമാണ്.
അത് ഒന്ന് നമുക്ക് അറിയാവുന്ന പ്രശസ്തമായ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. അതുപോലെ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഉദ്ധവഗീത. ഇവിടെ ഭഗവാൻ അതുപോലെ നേരിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന വളരെ അപൂർവമായ ഒരു സന്ദർഭം ഇതാണ്. ആ ഗോപികമാർക്ക് ഭഗവാൻ അവരുടെ ആ ഒരു ചിത്തം അതിന് പാകമായി എന്ന് കണ്ടിട്ട്, കാരണം നമ്മൾ ആ ഒരു ആത്മജ്ഞാനത്തെ ആത്മവിദ്യയെ സ്വീകരിക്കാൻ നമ്മളുടെ മനസ്സ് പാകമാവണം. അത് ഒരു ഗുരുവിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് പാകമായോ എന്ന്. അങ്ങനെ നിരീക്ഷിച്ച് പരീക്ഷിച്ചതിന് ശേഷമേ ഒരു ഗുരു ആത്മജ്ഞാനത്തെ അത് പങ്കുവയ്ക്കാൻ പാടുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ച് ഒഴിക്കുന്നത് പോലെ ആയിപ്പോകും. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും ഇതിനെ വളരെ രഹസ്യം എന്നാണ് പറയുക. രഹസ്യമായിട്ട്, അത് അത്യന്തം രഹസ്യമാണ് എന്ന് പറയാൻ കാരണം അതിന് അത്രയും അർഹതയുള്ളവർക്ക് മാത്രമേ ആത്മതത്വം ഉപദേശിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതിനാണ് നമുക്ക് നല്ലൊരു ഗുരുവിനെ വേണം എന്ന് പറയുന്നത്. ആ ഗുരു നമ്മളെ നിരീക്ഷിച്ച് അതിനുള്ള പാകം വരുമ്പോഴാണ് നമുക്കത് ഉപദേശിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ അത്യധികമായിട്ടുള്ള ഒരു മഹാഭാഗ്യം ഈ ഗോപികമാർക്ക് കിട്ടുകയാണ്. ആ സാക്ഷാൽ പരമാത്മ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ തന്നെ തൻ്റെ പരമാത്മ സ്വരൂപത്തെ കുറിച്ച് ഞാൻ തന്നെയാണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആ ജീവൻ എന്ന ആ ഒരു ബോധം വ്യക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ എന്ന് അനുഗ്രഹത്തോടുകൂടി അവർക്ക് ആ തത്വജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തു. ശ്ലോകം 7. അപഗതവിരഹവ്യഥാസ്തദാത രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിദാത്മകോഹമാത്മേതി ഉദയതുവ സ്ഫുടമേവ ചേതസീതി. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പനും നാരായണ ഭട്ടതിരിപ്പാടിനും വ്യാസഭഗവാനും നമസ്കാരം. എല്ലാ പിതൃജനങ്ങളെയും ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു. ദശകം 84 ശ്ലോകം 7 ഭഗവാന്റെ തീർത്ഥാടനമാണ് വിഷയം. ശ്ലോകം 7 കടക്കുമ്പോൾ രസകരമായിട്ടുള്ളതായ വലിയൊരു സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപസ്ത്രീകളെ രണ്ടാമത് കണ്ടു. അവർക്ക് തന്നോടുള്ളതായ പ്രേമത്തിനോ അല്ലെങ്കിൽ മാനസികമായ അടുപ്പത്തിനോ ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ വിരഹദുഃഖം തീവ്രമായി അവരനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഇനി അവർക്ക് തത്വബോധം കൊടുത്ത് അവരെ ഉയർത്തണം, ഉദ്ധരിക്കണം, അവരിലെ മാനസികാവസ്ഥ അതിശ്രേഷ്ഠമായൊരു സ്ഥിതിയിലേക്ക് എത്തിക്കണം എന്ന് നിശ്ചയിക്കുന്നു. അവിടെ തൻ്റെ നിജസ്ഥിതി താൻ ആരാണെന്ന് അവരോട് വെളിപ്പെടുത്തണം എന്ന് നിശ്ചയിച്ചു ഭഗവാൻ. അതാണിവിടെ. അതിന് സമയമായി. എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു സമയം. അതുകൊണ്ട് ആ ഗോപസ്ത്രീകളുടെ വിരഹദുഃഖം കുറേയധികം ശമിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് അവരെ വളരെ രഹസ്യമായ തരത്തിൽ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് മാത്രം തിരിച്ചറിയാവുന്ന അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ വലിയൊരു തത്വം അവർക്ക് ഉപദേശിച്ചുകൊണ്ട് അത് സാക്ഷാത്കരിക്കാനായിക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. എന്താ അധികം പറയണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരമസുഖം, പരമാനന്ദം, പരാനന്ദം പ്രദാനം ചെയ്യുന്ന പരമാത്മാവാണ് താൻ എന്ന ബോധം നിങ്ങളിൽ സ്ഥിരമായിട്ടുണ്ടാവട്ടെ. മേലിൽ സ്ഫുടമായിട്ട് വ്യക്തമായിട്ട് അനുഭവതലത്തിൽ തന്നെ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതായ വരം അല്ലെങ്കിൽ അനുഗ്രഹം അവർക്ക് ഭഗവാൻ കൊടുക്കുകയാണ് ഇവിടെ വച്ചിട്ട്. നമുക്കും ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാനുള്ളതും ഇതുതന്നെയാണ്. ഈ വ്യവഹാരത്തിൽ നിന്ന്, സംസാരത്തിലെ വ്യവഹാരത്തിൽ നിന്ന് മോചനം നേടി ആത്മബോധത്തിൻ്റെ അതിസുന്ദരമായ ആനന്ദം അനുഭവിക്കാനുള്ളതായ ഒരു അവസരം
ഗുരുവായൂരപ്പ ഞങ്ങൾക്കും തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അവസരമാണിത്. പലതരത്തിലുള്ളതായ സംസാര സംബന്ധമായ ദുരിതങ്ങളും ദുഃഖങ്ങളും വ്യഥകളും ആദികളും വ്യാധികളും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ തൻ്റെ ഉള്ളിലിരിക്കുന്നത് സാക്ഷാൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനാണ്, അദ്ദേഹമാണ് നമ്മളെ നിയന്ത്രിക്കുന്നതും കൊണ്ട് നടക്കുന്നതും എന്ന വ്യക്തമായൊരു ബോധത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ബാക്കി സംസാരപരമായെല്ലാം നിസ്സാരമായി തീരും. ഇവിടെ ആ ഗോപസ്ത്രീകളെ ഉദ്ധരിച്ചു ഭഗവാൻ, അവർക്ക് അനുഭവം ഉണ്ടാക്കി കൊടുത്തു, ആനന്ദം അവർക്ക് പ്രദാനം ചെയ്തു, ആത്മീയമായ ആനന്ദം പ്രദാനം ചെയ്തു എന്നിവിടെ പറയുകയാണ്. അനുഗ്രഹ രൂപേണാണ് ഉപദേശം കൊടുക്കുന്നത് അവിടെ വച്ചിട്ട് ഭഗവാൻ നേരിട്ട്. പണ്ട് ഉദ്ധവരും വന്നിരുന്നല്ലോ, അതിൻ്റെ കാര്യം ഇനിയിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ സൂചിപ്പിക്കും. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാന്റെ അടുത്ത്. ഞങ്ങളും നാരായണീയൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്, ഭാഗവതം പലവട്ടം പാരായണം ചെയ്തു കഴിഞ്ഞു, എത്രയോ സപ്താഹങ്ങളിൽ പങ്കെടുത്തു, എത്രയോ സത്സംഗങ്ങളിൽ പങ്കെടുത്തു. എന്നിട്ടും ഒരു ദൃഢമായ ആത്മബോധത്തിൻ്റെ അവസ്ഥ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. അത് അവിടുന്ന് അനുഗ്രഹിച്ചു തന്നാൽ മാത്രമേ ഞങ്ങൾക്കത് അനുഭവിക്കാൻ സാധ്യമാകുള്ളൂ എന്ന തരത്തിൽ അതൊരു പ്രാർത്ഥന ഭഗവാനോട് ചെയ്യണത് നല്ലതാണ്. ഈ സംസാര ബന്ധങ്ങളൊക്കെ തന്നെയും വലിയ വലിയ ബന്ധനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ വളരെ ശ്രേഷ്ഠമായ ഉപദേശം കൊടുത്തുകൊണ്ട് അവരിൽ വിരഹദുഃഖം ഇല്ലാതാക്കുക മാത്രമല്ല, സദാ ഐക്യബോധം, ഭഗവാനുള്ളത് ഐക്യബോധം പ്രദാനം ചെയ്തുകൊണ്ട് ആനന്ദാവസ്ഥ പ്രദാനം ചെയ്തു. അങ്ങനെയാണ് അവരെ അവിടുന്ന് തിരിച്ചയക്കാൻ ഭഗവാൻ നിശ്ചയിച്ചതെന്ന് വേണം കരുതാൻ. ഇതൊക്കെ നമുക്കും ഓരോ പാഠങ്ങളാണ്. എന്തായിരിക്കണം നമ്മുടെ സങ്കല്പം അല്ലെങ്കിൽ ലക്ഷ്യം, എന്തിനു വേണ്ടിയിട്ട് വേണം ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ, ആശ്രയിക്കാൻ എന്നൊക്കെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അത് ഏവർക്കും സാധിക്കട്ടെ. ഹരിശരണം.